എനിക്ക് അത്യാവശ്യം സീരിയൽ ചെയ്തു തന്നെ മനോരമ ന്യൂസ് വാർത്ത വന്നതാണ്. മറ്റേ സാറിന്റെ സീരിയൽ ചെയ്ത് തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പേരെന്ന് പറഞ്ഞ ഒരു സീരിയൽ ഒരു വെബ് സീരീസ് കാരണം അത് വാർത്ത വന്നു. അപ്പൊ അങ്ങനെ മാന്യമായിട്ട് വാർത്ത വരുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ അസുഖങ്ങള് ഇല്ലാത്ത അസുഖങ്ങളെ പറഞ്ഞ് നമുക്ക് വൈറലാകാൻ താല്പര്യമില്ല. അറട്ടണം ചെയ്തത് തെറ്റാണെന്ന് പറയാം. അല്ല, ഒരു ദിവസം കൊണ്ട് ക്യാൻസർ മാറിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് റീച്ചിന് വേണ്ടി എന്തും ചെയ്യുന്നത് തെറ്റാണ്. ഡോക്ടർ അസുഖം വരാണ്ടിരിക്കട്ടെ, പുള്ളിക്ക് അസുഖം തലേന്ന് രാത്രി തന്നെ കൂടെ ഞാൻ ഉണ്ടായി. അപ്പൊ എന്നോട് ചോദിച്ചു റീച്ച് കുറഞ്ഞല്ലോടാ, പേരൊക്കെ റീച്ച് കൂടുതൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അണ്ണ സാഗറിലേക്ക് മോലാന്റെ ഒരു ഡാൻസ് കളിക്കുന്നു പറയും. അത് നിങ്ങൾ കണ്ടാൽ മതി മനസ്സിലാവും. ഫേസ്ബുക്കിൽ ഞാൻ അയാളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ഇയാള് ഇങ്ങനെ ആലോചിക്കുക ഒരു പടക്കം പൊട്ടിക്കണോ അല്ലാന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ ഇയാൾ എഴുതിയിട്ടേക്കണ് എനിക്ക് ക്യാൻസർ ആണെന്നും പറയും. അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു എടാ എനിക്ക് റിപ്പോർട്ട് വന്നു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ഇത് കേട്ടപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്ത് 5 ലക്ഷം പേരോളം കണ്ടെയ്ൻ ചെയ്തു. അത് കണ്ടപ്പോൾ എന്നെ എല്ലാവരും തെരുവിളിക്കുക. 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെ ഇട്ടേക്കണ് ക്യാൻസർ ഇല്ല, ഡോക്ടറിന് തെറ്റുപറ്റിയാന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ കൊണ്ട് കേസ് കൊടുക്കാൻ പോയി. ഇയാൾ ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിച്ച് റീച്ച് ഉണ്ടാക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഇയാൾ പേടിച്ചു പോയി. അപ്പോൾ ഇയാൾ ഇത് ഇന്നലെ പോസ്റ്റ് ഇട്ടേക്കണ് എനിക്ക് ക്യാൻസർ ഇല്ല, എനിക്ക് റീച്ച് കുറഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന്. ഇയാളെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൂടെ നിർത്തി കുറെ നാൾ നന്നാണ്. അല്ല ഇടിക്കും ചിലപ്പോൾ. കാര്യം എന്ന് വെച്ചാൽ കൂടെ നിൽക്കണവരെ മണ്ടന്മാരാക്കണ അയാള്. നല്ല ഇടിയുടെ കുറവുണ്ടായേക്കും. പക്ഷെ അത് മിക്കവാറും ഞാൻ തന്നെ മിക്കവാറും ഞാൻ തന്നെ പുള്ളിക്ക് നേർച്ചയിടും. കാരണം എന്താ വെച്ചാൽ പുള്ളി എന്നെ കുറിച്ച് ഇപ്പൊ വീഡിയോ ഇതൊക്കെ ചെയ്യുന്നു. അവരുടെ കാര്യമല്ല, എന്നെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അയാളുടെ കൂടെ തലേന്നൊരു ഉണ്ടായത് പിറ്റേ ദിവസം രാവിലെ ഒരുപാട് പേര് പറയുന്നുണ്ട് പുള്ളിയുടെ പേരിൽ ആൾക്കാർ പിരിവെടുത്തെന്ന് പറയുന്നുണ്ട്. പക്ഷെ പുള്ളി തെളിവാണിക്കുമ്പോഴേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അയാളുടെ പേരിൽ 10 രൂപ ഒരാളും ചോദിച്ചാൽ തരൂല. പിന്നെ അയാളുടെ പേരിൽ പിരിവെടുക്കാൻ പോകും. അയാൾക്ക് അസുഖം സീരിയസ് ആയിട്ട് പറഞ്ഞു. അയാൾ ജനങ്ങൾ 1 രൂപ പോലും അയാൾക്ക് തരൂല. അയാൾ അതേപോലെ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കും. ചികിത്സ എന്തായിട്ടാണ്? ചികിത്സക്ക് നോർത്ത് ഗവൺമെന്റ് ഇടപെട്ട് ഇയാളെ ഒന്നെങ്കിൽ പ്രാന്താശുപത്രി കൊണ്ടിടണം. കാര്യം എന്താ വെച്ചാൽ ഇയാൾ ഒരു ദിവസം പറഞ്ഞ രാവിലെ പറഞ്ഞല്ല, ഉച്ചക്ക് പറഞ്ഞ, ഉച്ചക്ക് പറഞ്ഞല്ല, രാത്രി പറഞ്ഞ. കാര്യം ഈ കൂടെ ഒരു 1.5 വർഷമായിട്ട് നടക്കണ എനിക്ക് ഇയാളെ ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഇയാളെ പ്രാന്താശുപത്രിയിൽ എത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രക്ക് മോശമായ രീതിയിലാണ് ഇയാൾ പോണത്. റീച്ച് പറഞ്ഞാൽ അപ്പം ഇയാൾ എന്തെങ്കിലും ഉടായ്പ കാണിക്കും. അതിൽ ഈ ആറാട്ടെണ്ണൻ അപ്പം അതിൽ ഉൾപ്പെടുത്തണം. നമ്മളെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പം നമ്മളും കൂടി അതിനകത്ത് പൊട്ടന്മാരായി പോണേ. മിക്കവാറും എൻ്റെ കൈ കൊണ്ട് തന്നെ അയാൾ നേർച്ച മേടിക്കും. ഫസ്റ്റ് നേർച്ച ഞാൻ തന്നെ ഇടും. കാരണം എന്താ വെച്ചാൽ എന്നെക്കുറിച്ച് ഇപ്പോൾ മോശമായിട്ട് അയാൾ പറഞ്ഞു കിടക്കുന്നുണ്ട്. കാര്യം തലേന്ന് രാത്രി ഒരു കൂടെ ഉണ്ടായത്. രാവിലെ നോക്കുമ്പോൾ പോസ്റ്റ് എനിക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു എടോ റിപ്പോർട്ട് എവിടെ? അപ്പോൾ റിപ്പോർട്ട് ഉച്ചക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ചക്ക് റിപ്പോർട്ട് കിട്ടുമല്ലോ അല്ലേ എന്ന് പറഞ്ഞു. ഉച്ചക്ക് റിപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്ത് വേഗം ഇയാൾക്ക് ക്യാൻസർ ആണെന്നുള്ളത് വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾ വൈകുന്നേരം പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടറിന് തെറ്റ് പറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് ഡോക്ടർ, ഏത് ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്ന് വെച്ചിട്ട് അയാൾ അത് പറയണില്ല. പിന്നെ ഇന്നലെ ഇയാൾ പറയണം ഞാൻ റീച്ച് പറഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. എന്ത് പറയാനായിട്ടാണ് അയാൾ?